ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി രാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി രാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഏതു സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏതു രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു. വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി, ആരുണർത്തുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി രാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ശ്രാവണ നിശീധിനി തൻ പൂവനം തളിർത്തു. പാതിരാവിൻ താഴ്വരയിലെ പവിഴമല്ലികൾ പൂത്തു. വിഫലമായ മധുവിധുവാൽ വിരഹശോക സ്മരണകളാൽ അകലേൻ കിനാക്കളുമായി ഞാനിരിക്കുന്നു സഖി, ഞാനിരിക്കുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി രാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ദേവാ, എന്തോ നന്നായിട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. ആണല്ലേ, ചോദിക്കാം നമുക്ക്. ശരത് സർ. ചക്കരെ സർ, നല്ല ബ്യൂട്ടിഫുൾ സോങ്, അതെ, ഒരു ഡൗട്ടും ഇല്ല. ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ഇത് പാടിയത് ജയചന്ദ്രൻ സാറാണ്. മുത്തശ്ശി എന്ന സിനിമയിലാണ്. പി ഭാസ്കരൻ മാഷാണ് വരികൾ എഴുതിയിരിക്കുന്നത്. വി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം. അത് അറിയാമല്ലോ. എന്തൊരു കോമ്പോസിഷൻ. അസാദ്, എന്ത് സുഖമാണിത് കേൾക്കാൻ. പ്രത്യേകിച്ച് ജയേട്ടൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു തനതായ ശൈലി. കാര്യം അദ്ദേഹം ദാസേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം കിട്ടത്തില്ലായിരുന്നു.
അപ്പോൾ ദാസേട്ടൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന പാട്ടുകാരനാണ് ജയേട്ടൻ. എനിക്ക് കുറേ ഇഷ്ടമാണ്, ഭാവഗായകൻ. പിന്നെ അപ്പോൾ അത് കുറേ സന്തോഷം. നീ പാടുമ്പോൾ ഞാൻ ഇങ്ങനെ ജയേട്ടനെ കുറിച്ച് ആലോചിക്കാറ്. ചക്കരേ സർ, എടാ ബാഷ്പം ഒന്ന് പാടാമോ? അത് ഹർഷബാഷ്പം ഇത് വന്നിട്ടേ ഇല്ലല്ലോ. ആദ്യം പാടും, ഇപ്പം എന്നെ പാടി സൂചിപ്പിക്കുന്നു. കാര്യം ഇത് വേണ്ട, അതിനൊരു ക്ലാരിറ്റി വേണ്ടേ. പിന്നെ ഏത് പുഷ്പ, അത് ഏതോ ഒരു ഡൗട്ട് കിടക്കുന്നു അവിടെ. ആ ലൈനൊന്ന് പാടാമോ? ഏതു സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു. നൈസ് നൈസ്. ഇപ്പൊ ഡൗട്ടില്ല. ആദ്യം പാടുമ്പോൾ അതിനകത്ത് എന്തോ ഒരു നിഗൂഢത നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നെ ഈ ചരണങ്ങൾ ഈ തുടങ്ങുമ്പോൾ നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ശ്രുതിയിലായിക്കോട്ടെ. പാതിരാവൻ രണ്ടാമത്തത്, അത് ആ പാ നോക്ക്. പാ അല്ല അത്, യഥാർത്ഥത്തിലും പായാണ്. അക്ഷരാർത്ഥത്തിൽ അത് പായല്ല. പാതിരാവിൻ താഴ്വരയിലെ പവിഴമല്ലികൾ പൂത്തു. അവിടൊക്കെ ഈ ഡൗട്ട് അല്ലാതെ നമുക്ക് ആ ഒരു ബെൻഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഡൗട്ട് അടിച്ചിട്ട് പാടുകയാണോ എന്ന് തോന്നും. അപ്പോൾ അത്രേ ഉള്ളൂ ചക്കരെ. അപ്പോൾ എന്തൊക്കെയാലും നല്ലൊരു പാട്ട് എടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ സന്തോഷം. പക്ഷെ നിനക്ക് ഈ പാട്ട് ഇതിനേക്കാളും ഒക്കെ ഫാർ ബെറ്റർ ആക്കാം എന്നുള്ളത് പക്ഷക്കാരനാണ് ഞാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക, എവിടെ പോയടാ നിന്റെ വിബ്രാട്ടോ? അറിയില്ല, അപ്പുറത്തെ വളവിൽ വീണ്. അല്ല അത് കാരണം എന്താന്ന് പറയും, ആ വിബ്രാട്ടോ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ പ്ലേ ബാക്ക് സിംഗിങ്ങിലാണെങ്കിലും എന്ത് സിംഗിങ്ങിലാണെങ്കിലും ലൈറ്റ് മ്യൂസിക് ആണെങ്കിലും എന്തിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സസ്റ്റൈന് ലൈഫ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ വിബ്രാട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കണം. ദേവ ആക്ച്വലി സ്റ്റക്കാണ്. ആ ഒരു എന്താണോ പഠിച്ചത് ആ ഒരു ലൈനിൽ മാത്രമേ പോകണുള്ളൂ. അവർ കുറച്ച് വിബ്രാട്ടോ കൊടുത്തിട്ട് പാടാൻ പറയുമ്പോഴും നമ്മൾ തിരിച്ച് മറ്റേ പഴയ പേജിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ സർ. പിന്നെ വാ തുറന്ന് പാടണം. കാരണം കുറേ ക്ലാരിറ്റി പ്രശ്നങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ഈ ബാഷ്പം, പിന്നെ അതുപോലെ എന്ത് ചെയ്യൂ നീ, പിന്നെ അതാ സഖി, അത് തന്നെ അനുപല്ലവിയുടെ എൻഡ്, ഇത് തന്നെ സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് വരയിട്ട് വെച്ചേക്കണേ. അപ്പോൾ അത് എല്ലാവർക്കും കോമൺലി ഫീൽ ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി സുഖമായിരിക്കുന്നോ? ഭക്ഷണം കഴിച്ചോ? നല്ല ആരോഗ്യത്തോടെയാണോ നിൽക്കുന്നേ? പക്ഷെ എന്തോ ഒരു ആരോഗ്യക്കുറവ് പോലെ എനിക്ക് തോന്നി പാടുമ്പോ. ഒരു ഡൗട്ട് അടിച്ചൊക്കെ പാടുന്ന പോലെ. ഓനും ബൈ ഹാർട്ടായിരുന്നു ഈ പാട്ട്. നല്ലോണം പഠിച്ചതാണോ? ആണോ? ഇതിന് മുന്നേ ദേവ പാടുമ്പോ ഒരു വേർച്ചനൊരു കോൺഫിഡൻസ് വരുമായിരുന്നു. ഇതെന്തോ ഇങ്ങനെ ആലോചിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, സാറും പറഞ്ഞില്ലേ, അതിലൊരു ഡൗട്ട് പോലെ തോന്നി. അത് ആ കോൺഫിഡൻസ് വരുന്നില്ല ആ പാട്ടിനകത്ത്. അതാണ് നമ്മൾ പെട്ടെന്നൊന്ന് നമുക്കൊരു സംശയം വരും. അനങ്ങുന്നില്ല, കാറ്റടിച്ചാ പോലും ഞാൻ അനങ്ങൂല. അത് പ്രാക്ടീസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരേണ്ട സംഭവമാണ് കേട്ടോ. അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പം കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും. ഇത് എന്താന്ന് വെച്ചാൽ മോനെ അസലായി പാടുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ലെജൻഡ് ആണ് ഇത് പാടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസിൽ അദ്ദേഹം കൊടുത്ത സംഗതികളും കാര്യങ്ങളും ഒക്കെ, കാരണം നിങ്ങളുടെ ഇപ്പോൾ ആ ഒരു ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇത് കൂടുതൽ പഠിക്കേണ്ട ഒരു ടൈമല്ലേ. അപ്പം നമ്മൾ ആ പ്രതീക്ഷയാണ് നിങ്ങളിലുള്ളത്. ചില ഭാഗങ്ങളൊക്കെ മോന് ശ്രുതി ചേരാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചെറിയ പോർഷൻസ് ഒക്കെ, തുടക്കങ്ങളൊക്കെ സസ്റ്റെയിൻസ് വരുമ്പോഴൊക്കെ ഫ്ലാറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ തന്നെ സാറ് പാടിക്കുമ്പോ എന്തു ചെയ്യൂ നീ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ്. പക്ഷെ പോകുമ്പോഴും അത് കുറച്ച് ഫ്ലാറ്റാ കേട്ടോ. എനിക്കിപ്പം അതുകൊണ്ടാണ് ദേവ അസലായിട്ട് പാടുന്നതിന് മുന്നേ ഒക്കെ പാടുന്ന നല്ല സൂപ്പർ പവറോട് കൂടി ഈ പാട്ടിനകത്ത് കുറച്ചൊരു എനിക്ക് ഇഷ്ടമാണോ ഈ പാട്ട് എന്നുള്ളൊരു രീതിയിൽ എനിക്കിതിനോടൊരു ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉള്ളിൽ ഉള്ളത് പോലെ തോന്നി. അതെനി മാറ്റിയെടുക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, എന്താ മാർക്സ് അവന് ചിരിയൊന്നും വരുന്നില്ല. ആരോഗ്യമില്ല. എടാ പാറു, അവന്റെ ഫ്രണ്ട്സിനോടൊന്ന് ചോദിച്ചോക്കെ എന്താണ് അവന്റെ അവസ്ഥ? എങ്ങനെയാണ് ചിരിക്കുമോ? ഞങ്ങളുടെ ഇടയിലൊക്കെ ഭയങ്കര ചിരിയാ. ശ്വാസം കിട്ടാതൊക്കെ ചിരിക്കും കുറേ നേരം.
ഇവനോ നീ തള്ളരുത്. ഇല്ല സത്യമായിട്ടും ഞങ്ങളുടെ ഇരിക്കുമ്പോ ഭയങ്കര ചിരിയാ. ഇവിടെ വരുമ്പോഴാണല്ലോ ഇവൻ ഇങ്ങനെ എന്ത് പറയുമ്പോഴേ അവൻ കൂടുതൽ ചിരിക്കുന്ന? ആ ലിഫ്റ്റിലൊക്കെ കേറുമ്പോ അതുപോലെ നമ്മള് ലിഫ്റ്റിലൊക്കെ കേറും ഓരോ ഫ്ലോറിലേക്ക് പോകുമ്പോ ഇവൻ ഓരോ എല്ലാത്തിലും അത് ഞെക്കി വിടും. 0 തൊട്ട് 7 വരെ എല്ലാത്തിലും ഞെക്ക് ഓരോ ഫ്ലോർ കയറി കയറി അതേത് ഫ്ലോർ? അല്ല ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് അവിടെ അങ്ങ് ഞെക്കുക. അർച്ചന ചേച്ചി സത്യം പറയും. എന്തിനാണ് എല്ലായിട്ടും അശ്വിനാണ് ആദ്യം ഞെക്കുന്നത്. ഞങ്ങളിപ്പോ 5th ഫ്ലോറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവൻ അശ്വിൻ ഓടി വന്നിട്ട് പറയും ചേച്ചി ഞാനും ഉണ്ട് എന്ന് പറയും. എന്നിട്ട് ഫുൾ ബട്ടണും ചെയ്തിട്ട് ഇവൻ ഇറങ്ങി ഓടും. ഇത് നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ പോയി തിരിച്ചു വരുമ്പോ ഇവര് ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോണ്ടാവും കസാല ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഓരോ ഫ്ലോറിൽ സെക്കൻഡിലും തേർഡിലൊക്കെ പോകുമ്പോ ദൂരെ ദൂരെ പോയി ടാറ്റ കാണിച്ചോണ്ടേയിരിക്കും. പക്ഷെ ദേവ ഇത് പറ്റില്ല കേട്ടോ. അവരുടെ അടുത്ത് വേറൊരു ഫേസ്, നമ്മളുടെ അടുത്ത് വന്നിട്ട് നീ ഇങ്ങനെ നിക്കുന്ന എന്താ? നമുക്ക് കാണണ്ടേ നിന്റെ ആ ഒരു ഇതൊക്കെ. ഇവിടെ ലിഫ്റ്റിനകത്ത് നീ എല്ലാം കയറി ഞെക്കരുത്. അല്ല ലിഫ്റ്റ് വേണ്ട. സാറേ മാത്സ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഐറ്റം? മക്കളെ ചോദിച്ചോ. പൂജയാടാ മറ്റേ നിന്റെ 100/2 ഉണ്ടല്ലോ. വേണ്ട വേണ്ട അങ്ങോട്ട് ചോദിച്ചു. വേണ്ട മതി. മാർക്ക് കൊടുക്കൂ. എന്താ എവിടെ ചോദിച്ചോ. എന്നോട് എന്ത് ഉത്തരം ചോദിച്ചാലും എന്നോട് എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ ആ ഉത്തരം ഇതിൽ എഴുതിയിടും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നമ്പർ വേണം ചോദിക്കാൻ. 100/2 മതിയോ? മതി. അത് മതിയോ? 100/2 50യോ? ചേച്ചി അങ്ങനെ ഒരു മാർക്കില്ലേ? 100/2 എഴുതിയിടായില്. എനിക്കറിയില്ല എന്താ എന്റെ മോനെ, അതൊന്നും നിനക്ക് തരില്ല ഞാൻ. 100/2 അത് 50 ആണോ? 100/2 അല്ല, 100/2 ഒന്നും തരാൻ പറ്റില്ലെന്ന്. 100/2 എന്ന് പറയുമ്പം എന്താ 1/2? അതെ, നേരെ മുകളിലേക്ക് എടുത്തിട്ട് നീ തന്നെ പറയടേ. 200 ആണോ? 100 ഡിവൈഡ് ബൈ ഹാഫ്. ഇവരിൽ രണ്ടുപേരെ ശരിയാക്കുള്ളൂ, ബാക്കി എല്ലാവരും തെറ്റിച്ചു. ആണല്ലേ? സന്തോഷമായിടാ. കഷ്ടം. നല്ലതെന്ന് അതെനിക്ക് ഇതിൽ എഴുതിയിടാൻ പറ്റില്ല. വേണ്ട, മാർക്ക് ചോദിച്ചവനൊരു 3 മാർക്ക് അങ്ങനെ കൊടുത്തു വിടാം. എന്തോ 2.5 8.5 താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.4. താങ്ക് യു ഷാനിക്ക ചേച്ചി. ആ ലിഫ്റ്റിന്റെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു മാർക്ക് ഭാവി കുടത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 16.9. അടുത്ത റൗണ്ട് പിടിക്കണം. ഓക്കെ, അങ്ങനെ ദേവന്റെ പെർഫോമൻസോട് കൂടി നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആസ് യൂഷ്വൽ നിങ്ങൾ രണ്ടുപേരും കൊടുത്ത മാർക്സ് വെച്ചിട്ട് ആരാണ് ടോപ്പർ എന്ന് അറിയണ്ടേ? നമ്മുടെ 5th റാങ്ക് കിട്ടിയ നമ്മുടെ പഞ്ചാബി ഗിഫ്റ്റ് ഹാമ്പർ തരട്ടെ? ഇത് ഫുൾ ഗിഫ്റ്റ് ആണല്ലോ അച്ഛന്. വയ്യ. അപ്പൊ ദേവൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ